നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെയും റിയാലിറ്റിയിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറത്ത് പണി തരാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളങ്ങോട്ട് തൂത്തുവാരി കൊണ്ടുപോകും. അതിൽ എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ജനിച്ച് മൂന്നാം മാസം എക്സ്പീരിയൻസ് ഉണ്ട്, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് മുന്നും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് പൊന്നുപോലെ കൊണ്ടു നടക്കണം. അതിന് വേണ്ടുന്നതൊക്കെ കൊടുക്കണം, അതിനെ വേണ്ട പോലെ ഒക്കെ ശുശ്രൂഷിക്കണം. അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കട്ടിലിൽ കയറും. അത് വിദേശത്തും കൂടി ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയുകയും വേണ്ട, ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേണ്ടി വരും. പിന്നെ നല്ല കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ കിടക്കും പട്ടിണി കിടന്ന് വെറുതെ എന്തെങ്കിലും കഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടേണ്ട അവസ്ഥയാവും. ആ സമയം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരിക്കും, ഭയങ്കര ഡിപ്രസിങ് ആയിരിക്കും. അതേപോലെ തന്നെ ആലോചിക്കട്ടെ, അതേപോലെ തന്നെ കയ്യിൽ 10 പൈസ വരാത്തൊരു സമയമായിരിക്കും. കാരണം പാർട്ട് ടൈം ജോലി ചെയ്താണല്ലോ ഓരോ സ്റ്റുഡൻസ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. പാർട്ട് ടൈം ജോലിക്ക് പോകണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ അല്ല. എനിക്ക് അനുഭവമുണ്ട് നല്ല രീതിയിൽ. പിന്നെ യൂറോപ്പിലേക്ക് കയറി വരാൻ നിൽക്കുന്ന ഓരോരുത്തരും നാട്ടിൽ നിന്ന് വരുമ്പോൾ മരുന്ന് കൊണ്ടുവരാൻ നോക്കുക. മരുന്ന് അത്യാവശ്യമാണ്. ഇവിടെ യൂറോപ്പിലൊക്കെ ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ നല്ല ടാസ്ക്കാണ്. ഇപ്പം എനിക്ക് മരുന്ന് മേടിക്കാൻ തന്നെ ഞാനൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കുറേ തെണ്ടിയതാണ്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആവശ്യത്തിന് വേണ്ട മരുന്നുകൾ കാര്യങ്ങൾ ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചുമയ്ക്ക്, പനിക്ക്, അങ്ങനെ കുറച്ച് നല്ല മരുന്നുകൾ കയ്യിൽ കരുതുക. ലേഹ്യം വല്ലതും ഉണ്ടെങ്കിൽ അതും കരുതുക. ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ലേഹ്യം ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കൂട്ടുകാരൻ കൊണ്ടുവരും. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ക്ലാസ്സിൽ പോകണം. ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ, ഇന്നിപ്പോൾ 2 ക്ലാസ്സുള്ള, ഒന്ന് സർജറി, രണ്ടാമത്തെ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇന്നിനി ബാക്കി ക്ലാസ്സിൽ പോയിട്ട് ബാക്കി പരിപാടികൾ. ഇന്നിപ്പോൾ സർജറിയിൽ ഹൂഫ് വെച്ചിട്ടുള്ള പരിപാടി ആയിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഉറപ്പൊന്നുമില്ല. പോയി നോക്കാം എന്തായാലും. യൂണിവേഴ്സിറ്റി എത്താറായപ്പോൾ എനിക്കൊരു വിമ്മിഷ്ടം. അപ്പോൾ വിചാരിച്ച് പോയൊരു കാപ്പി മേടിച്ച് കുടിക്കാമെന്ന്. നേരെ ഷാപ്കയ്ക്ക് വിട്ടു. വേണമെങ്കിൽ ഷാപ്കാന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വിളിക്കുന്നതിന് അങ്ങനെ വിളിക്കാം. ഈ കട ആഴ്ചയിൽ 7 ദിവസം തുറക്കും. ഇച്ചിരി കത്തിയാണ് എങ്കിലും 7 ദിവസം തുറക്കുന്നതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. ഇവിടെയാണ് എനിക്കിന്ന് ക്ലാസ്. ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പാമ്പുണ്ട്. പാമ്പ് ഒന്നല്ല 2 എണ്ണം. ദേ കിടക്കണ ഒരെണ്ണം, അപ്പുറത്ത് ഒരുത്തരുണ്ട്. പക്ഷേ ഗ്ലെയർ കാരണം ഞാൻ പിന്നെ കാണിച്ചു തരാം അവനെ. എന്നിട്ട് പിന്നെ നേരെ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റുള്ള ക്ലാസ് ഉള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് നടക്കുകയാണ്. നടന്ന് ഞാൻ അവസാനം ക്ലാസ് എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണെന്നല്ലേ, നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ച് കോരെ സംസാരിച്ചത് വെറുതെ ആയില്ല. കാരണം എന്താണെന്നല്ലേ, ഇപ്പോൾ ക്ലാസ്സിൽ പോയി പ്രൊഫസറിന് വയ്യ, എൻ്റെ ക്ലാസ് ക്യാൻസലായി. അപ്പോൾ ആരോഗ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായില്ലേ. ആ പുള്ളി വരാത്തത് കൊണ്ട് ഞങ്ങളുടെ ഒരു ക്ലാസ് മിസ്സായി. ഇനി അയാളുടെ സൗകര്യത്തിന് അയാളെ എപ്പോഴേലും വയ്ക്കും. അപ്പം അങ്ങനെ എനിക്ക് ജോലി എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ട്. കുശാൽ. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ആരോഗ്യം ശ്രദ്ധിക്കുക. ഒന്ന് വീണാൽ കൈ പിടിക്കാൻ വിദേശത്താണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവി കാണില്ല. അത് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും കാണില്ല. അത് മനസ്സിൽ വെക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. പഠിക്കാനുണ്ട് കുറച്ച്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് പുള്ളിക്കാരി ഇച്ചിരി പ്രശ്നക്കാരിയാണ്, ടെറർ മോഡാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം, കുത്തിയിരുന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിനപ്പം ഇറങ്ങിയിട്ടുണ്ട്. കോസ്റ്റ്യൂം മാറ്റി. കാരണം ഈ ക്ലാസ് നമുക്ക് ലാബാണ്, പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. സ്ക്രബ് അല്ലെങ്കിൽ ലാബ് കോട്ട് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്രബ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ലാബ് കോട്ട് ഇടാനുള്ള ആ ഒരു പരിപാടി ചെയ്യണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകണു. ഇനിയിപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ഞാൻ പറയാം. പിന്നെ വെയിൽ ഉണ്ട്, അതുകൊണ്ട് കണ്ണാടി കയറ്റി വെച്ചു. പട്ടിച്ചോ വേറൊന്നുമില്ല. കുതിരക്കാലിൽ കുറച്ച് ലീലാവിലാസങ്ങൾ, അതാണ് ഇനിയുള്ള നമ്മുടെ പരിപാടികൾ. 2 എക്സ്പെരിമെൻ്റാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്ന് വെട്ടുകത്തിയൊക്കെ വെച്ച് വെട്ടി പൊളിക്കുക, രണ്ടാമത്തെ പരിപാടി അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ റിയാലിറ്റിയിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതൊന്നും പോയി നമ്മൾ ഒറിജിനൽ കുതിരയിൽ ചെയ്യില്ല. അതിന് പ്രോപ്പർ ടൂൾസ് ഉണ്ട്, പുളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ കുതിരയുടെ ലാമിനെയാണ് കാണേണ്ടത് ഹൂഫിലെ ഇതേപോലെ. പക്ഷെ ഞാൻ ഇത്തിരി വെട്ടിയത് കൂടിപ്പോയി. എന്താ അല്ലേ, അത് വേറെ ടീമിൻ്റെ എൻ്റെ വെട്ടി ഇച്ചിരി കൂടിപ്പോയി. രണ്ടാമത്തെ പരിപാടിയാണെങ്കിൽ നമ്മൾ ഫ്രോഗ് കുറച്ച് വെട്ടി മിനുക്കി അതിനകത്ത് കുറച്ച് പരിപാടികളാണ്. എൻ്റെ റിസൾട്ട് കാണിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. നമ്മളതിങ്ങനെ കുറേ ചെത്തി മിനുക്കി കുറച്ച് പരിപാടികൾ, പല ഹൂഫും പല രീതിയിലായിരിക്കും. എന്തൊക്കെയായാലും അതും ഞങ്ങൾ ചെയ്തു. നല്ല രസമായിരുന്നു. അവസാനം ഒരു പരിവായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ലാസ് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ ഒച്ചയും ബഹളവും മേളമായിരുന്നു.
കുതിരക്കാലിലായിരുന്നു മൊത്തം പരിപാടി. ഓഫ്, അതായത് സ്ലോട്ടർ ചെയ്ത കുതിരകളുടെ കാല് നമ്മുടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ട് നമുക്കിട്ട് വെട്ടിപ്പൊളിക്കാൻ തരും. ഇതിപ്പോൾ കുതിരയിൽ വരുന്ന ഓരോ അസുഖങ്ങളിൽ ചികിത്സയുടെ ഒരു ഡെമോ പരിപാടി. ഒറിജിനൽ കുതിരയെ പോയി ഇങ്ങനെ വെട്ടിക്കൂട്ടാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ പ്രോപ്പറായിട്ട് അനസ്തേഷ്യ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവിടെ പരിപാടികൾ. ഇതിലിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നു. അവിടെ ആകുമ്പോൾ മെഷീനറി ഉണ്ടാവും, ഇവിടെ നമുക്ക് വെട്ടുകത്തിയും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തട്ടിക്കൂട്ടണം. അവിടെ തട്ടിക്കൂട്ടി പരിപാടി എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇങ്ങോട്ട് അടുത്ത പരിപാടി നോക്കുക. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും പരിപാടിയിലും കഴിഞ്ഞു. ഇന്നിനിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി തിരിച്ച് വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. ഉറക്കം എന്താണോ ഭയങ്കര ക്ഷീണം, കട്ടിൽ കാണുമ്പോഴേക്കും ഔട്ടാവുകയാണ്. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം, പരിപാടികളൊക്കെ. അപ്പോൾ കാലത്ത് പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കുക, ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളുക. ആരോഗ്യം ഗടപടയല്ല, ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം ശരി, നമുക്ക് വേറൊരു നല്ല വീഡിയോയിൽ കാണാം. അവിടെ കിടക്കുന്നതൊക്കെ അറ്റം വരെ ബ്ലോക്ക്. അപ്പം ശരി. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞൊരു നല്ല ശീലം എന്ന രീതിയിൽ കുറേ ഫ്രൂട്ട്സൊക്കെ എടുത്ത് ഞാൻ ബിടബിടാന്ന് പറഞ്ഞ് അടിച്ച് കയറ്റി. അത് കഴിഞ്ഞൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോകണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഒരു പ്രശ്നം എന്താ പറ്റിപ്പോയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്ക് നടന്നു, പക്ഷേ ഫോൺ ചതിച്ചു. അതായത് ഫോണിൽ ചാർജ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഫോൺ ഓഫായിപ്പോയി. അതുകൊണ്ട് പുറത്ത് പോയി ആർഭാടമായി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഈവനിങ് സമയത്താണ് ഞാൻ ഇറങ്ങിയത്. പോകുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് വീഡിയോസ് എടുത്തു, അതെന്തായാലും നിങ്ങൾ കാണും. പോയ സമയത്ത് സെൻറ്ററിൽ കലാപമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറേ കൊടികൾ പാറിപ്പറക്കും. പക്ഷേ അതൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട.